ചെർപ്പുളശ്ശേരി നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, നഗരസഭ അധികൃതർ നേരത്തെ പറഞ്ഞതുപോലെ നാളെയാണ് മെയ് 30. ഈ മെയ് 30-നാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ സർവീസ് ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി. എൻ്റെ കൂടെ ചെർപ്പുളശ്ശേരി നഗരസഭ അധികൃതരുണ്ട്, അതുപോലെ തന്നെ ബസ് സംഘടനപ്പെട്ട ആളുകളുണ്ട്, എല്ലാവരും ഇവിടെ നമുക്കൊപ്പം ഉണ്ട്. ആദ്യം വൈസ് ചെയർമാനിലേക്ക് പോവാം. ഈ രാത്രിയിലും നാളേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നഗരത്തിലെ ഈ ഒരു ട്രാഫിക് പരിഷ്കരണം ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവമില്ലാതെ ഉപകാരപ്രദമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? നിഖില, സന്തോഷത്തോടു കൂടി പറയാം, ജനമാണ് നമുക്ക് വലുത്. നമ്മുടെ ചെർപ്പുളശ്ശേരി പ്രദേശത്തെ യാത്രക്കാർ ഒരു കാരണവശാലും അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളതുകൊണ്ടാണ്. ആ ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടപ്പാക്കിയുള്ള പരിഷ്കരണത്തിൽ ചെറിയ അപാകതകൾ കണ്ടു. അപാകതകൾ വന്നതോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും ഭരണസമിതി കൂടി, അതുപോലെ തന്നെ കൗൺസിൽ കൂടിയതിന് ശേഷം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ബസ് ഓണേഴ്സിൻ്റെയും മോട്ടോർ തൊഴിലാളികളുടെ എല്ലാവരെയും വീണ്ടും സിറ്റിംഗ് നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അവസാനമായിട്ട് ഈ തീരുമാനത്തിലേക്ക് വന്നത്. ഈ തീരുമാനം ഉറപ്പാണ് നമുക്ക് വിജയപ്രദമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏറ്റവും കൂടുതൽ ഇതിനെ സഹായിക്കേണ്ട ആൾക്കാരാണ് ബസ്സിൻ്റെ ഉടമസ്ഥരും ബസ്സിൻ്റെ തൊഴിലാളികളും. നോക്കൂ, ഈ നിൽക്കുന്നവരെല്ലാം ബസ്സിൻ്റെ തൊഴിലാളികളും ഉടമസ്ഥരും ഒക്കെയാണ്. അവർക്ക് ആവശ്യമായ രീതിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അവർ തന്നെ ഉദ്ദേശിക്കാത്ത രീതിക്ക് അനുസരിച്ചുള്ള വലിയൊരു സൗകര്യമാണ്, ഭൗതിക സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്ത് ഇരിക്കുന്നത്. നോക്കൂ, ഇവിടെ തന്നെ ചിത്രീകരിച്ച് തന്നെ നിഖിലിന് കാണാം. ആ ക്യാമറ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ വെച്ചാൽ സുന്ദരമായിട്ട് കാണാം ആ യാർഡുകൾ, നല്ല യാർഡുകൾ. ഒരു സ്വകാര്യ വ്യക്തികളുടെയാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ ഒരു ആശങ്കയും പറഞ്ഞു, നിങ്ങളെടുത്തോ, നമുക്കൊരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ നല്ല നീണ്ടു നടക്കുന്ന രണ്ട് ഭാഗത്തെ യാർഡുകൾ, പിന്നെ നമ്മുടെ ഇവിടുത്തുള്ള ബസ്സിൻ്റെ നിലവിലുള്ള യാർഡും കിട്ടിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അത് വന്നോടുകൂടി തന്നെ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യത്തിനേക്കാൾ കൂടുതൽ സൗകര്യം വന്നു എന്ന് അവർ തന്നെ പറഞ്ഞു. ഇത് നല്ല സൗകര്യമുള്ള ബസ്സാണ്. പിന്നെ അവിടുത്തെ യൂറിനൽ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പോരാ, വെയിറ്റിങ്ങുള്ള വണ്ടികൾക്ക് അവർ പറഞ്ഞ രീതിക്കനുസരിച്ച് തന്നെ കാളപ്പറമ്പ് നമ്മുടെ ദേവസ്വമായിട്ട് സംസാരിച്ചു. ദേവസ്വം പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ആക്ഷേപമൊന്നുമില്ല. കാരണം ഒരു വിഷയം വരുമ്പോൾ, നഗരസഭയുടെ ഒരു വിഷയം വരുമ്പോൾ അതിനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുകയാണ്. അതാണ് വലിയ ഒരു ഗുണം. ആ ഗുണത്തിനെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് തന്നെ അത് അവരെ പറഞ്ഞു, അതിൻ്റെ അധികൃതർ പറഞ്ഞു തരാമെന്നുള്ളൂ. അവർ നാളെ തൊട്ടിട്ട് അതിലേക്കും വെയിറ്റ് ചെയ്യുന്ന വണ്ടികൾക്ക് അവർക്ക് പാർക്ക് ചെയ്യുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ നഗരസഭ ഈ ബസ് സ്റ്റാൻഡിന് നല്ല സൗന്ദര്യമുണ്ട്. വിവാദങ്ങൾ കൊണ്ടാണ് ഈ സൗന്ദര്യം എവിടെയോ മങ്ങിപ്പോയത്, ശരിയല്ലേ? അങ്ങനെ പറഞ്ഞ കഴിഞ്ഞ കാലഘട്ടങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ എല്ലാ ഭരണസമിതികളും ഒരു ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ നല്ല വിശ്വാസത്തിൻ്റെ മുകളിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പല ചർച്ചകളും വന്നുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ നോക്കൂ, ഒരു ബസ് സ്റ്റാൻഡിൻ്റെ വളരെ കാര്യമായുള്ള ഒരാവശ്യം തന്നെ കഴിഞ്ഞ സുരേഷിൻ്റെ കാലഘട്ടത്താണ് അത് ചിന്തിച്ചത്. ആ ചിന്തന നമുക്ക് നമ്മുടെ ദൈനംദിനമായി ചെർപ്പുളശ്ശേരിയിൽ വാഹനങ്ങൾ നിരന്തരമായി പെരുകി വരിക ആവശ്യമാണ് എന്ന് കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു സ്വകാര്യ വ്യക്തി ഞങ്ങളുടെ സൗകര്യങ്ങൾ ചെയ്തു തരുന്നു, അത് നമ്മൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നീട് തുടർന്ന് വന്നുള്ള പിന്നെ അതിൻ്റെ ആ ഒഴുക്കിന് ഒപ്പം നമുക്ക് നീങ്ങാൻ പറ്റിയില്ല എന്നുള്ളതോ അതെന്തുകൊണ്ട് ചില പാളിച്ചകൾ നമുക്കും പറ്റിയിട്ടുണ്ട്. കാരണം പരിഷ്കരണങ്ങൾ വരുമ്പോൾ സമ്പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ട നിയമപാലകരും സമ്പൂർണ്ണമായിട്ട് അതിലേക്കൊന്ന് ഉള്ളൊരു സൗകര്യക്കുറവ്, അവരുടെ ഒരു വിമുഖത ആയാലും കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കുഴപ്പം, ഞാൻ ആരെയും കുറ്റം പറയല്ല. അതാണ് ഇത്ര നീളാനുള്ളത്. എന്തായാലും അതിലൊന്നും ഇനിയിപ്പോൾ ഡിസ്കഷൻ ഇല്ല. ചെർപ്പുളശ്ശേരിക്ക് ഒരു ബസ് സ്റ്റാൻഡ്, ആ പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നത് ശരിക്കും ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളൂ, അല്ല പുതിയത് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഇനിയൊന്ന് പുതിയതും കൂടി ഇപ്പോൾ ഒന്ന് നിഖിലിൻ്റെ ചോദ്യത്തിന് അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഒറ്റ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് ഒരു കുഴപ്പമില്ല. യാത്രക്കാർക്ക് ആ സൗകര്യങ്ങളൊന്നുമില്ല. ബസ്സിലേതാ പറഞ്ഞു 10 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പാലക്കാട് പെരുന്തമണയ്ക്ക് വരുന്ന ആൾക്കാർ ഈ ബസ്സിലെല്ലാം ഉണ്ടാവും. അവർക്ക് 10 റുപ്യ കൊടുത്താൽ കഴിഞ്ഞാൽ ഇവിടെ എടുക്കാം. ഒരു ബസ് സ്റ്റാൻഡ് സക്സസ് ആവണമെങ്കിൽ ബസ്സുകൾ കയറണം. അങ്ങനെ വളരെ എന്താ പറയുക, വിവാദങ്ങൾക്കൊടുവിൽ ബസ്സുകൾ നാളെ കയറാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? എന്താണ് പറയുന്നത്? അതെ, വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ചെർപ്പുളശ്ശേരിയിലെ നഗര നവീകരണത്തിൻ്റെ ഗുണം ചെർപ്പുളശ്ശേരിയിൽ വന്നു പോകുന്നവരും അല്ലാത്തവരും ഇവിടെ ഉള്ളവർക്കും അതിൻ്റെ മുഴുവൻ ഗുണവും കിട്ടണമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണം. അതല്ലെങ്കിൽ എല്ലാ റോഡിൻ്റെ എല്ലാ ഭാഗത്തും ബസ്സുകൾ പാർക്ക് ചെയ്ത് അത് മറ്റു ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കുട്ടികൾക്കും പിന്നെ സ്കൂൾ തുറന്നാൽ ഭയങ്കര അസൗകര്യം ഉണ്ടാക്കും. അപ്പോൾ സത്യത്തിൽ ഈ നവീകരണം പറഞ്ഞാൽ ഈ ചെർപ്പുളശ്ശേരിയിലേക്ക് വരുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് ഇത് നാളെ മുതൽ നടപ്പാക്കുന്നത്. ബസ്സോട് പിന്നെ ഉടമസ്ഥര സംഘമായ KBTയെ 100% ഈ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്.
ബസ്സിലെ ജീവനക്കാരും ഡ്രൈവർമാരും അതേപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും അതേപോലെ തന്നെ ചുമട്ട് തൊഴിലാളികളും അവരെയൊക്കെ യോഗം വിളിച്ചു ചേർത്ത് പരിപൂർണ സമ്മതത്തോടു കൂടിയിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. ഇത് തീർച്ചയായിട്ടും സൗകര്യപ്രദമാണ്. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഈ പരിഷ്കാരത്തെ സർവാത്മന പിന്തുണയ്ക്കുമെന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കും ബസ് ജീവനക്കാർക്കും ബസ് ഉടമസ്ഥർക്കും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ബൈറ്റാണ് നമുക്ക് ആവശ്യം. കാരണം ബസ്സുകൾ ഒരുപാട് തവണ കയറി ഇറങ്ങി വന്നൊരു ബസ് സ്റ്റാൻഡാണ്. നാളെ മുതൽ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. നമുക്ക് ആദ്യം ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് നമുക്ക് ആ ആശങ്കയൊക്കെ ഒഴിവായിട്ട് തൊഴിലാളികൾക്കൊക്കെ എല്ലാവർക്കും ആശങ്കയായിരുന്നു ഇവിടെ വന്ന് എത്ര പ്രാക്ടിക്കലാവും. അതൊക്കെ ആദ്യം നമ്മൾ എല്ലാ സ്ഥലത്തായാലും പെരിന്തൽമണ്ണ ആയാലും പാലക്കാടായാലും ഓരോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ നടുവിലൊന്നും ട്രാഫിക് റഷ് ഉള്ള സ്ഥലത്ത് കൊടുന്ന് വെക്കാനൊന്നും കഴിയില്ല. ബസ് സ്റ്റാൻഡ് കാരണം ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ പറ്റില്ല, അവിടേക്ക് എത്തിപ്പെടും ആളുകൾ. അതിനിപ്പോൾ എല്ലാ സൗകര്യമുണ്ട്. നമ്മൾ പട്ടാമ്പി ഭാഗത്തേക്കുള്ള ബസ് അപ്പോൾ ടൗണിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും. അവിടുന്ന് വരുന്ന വണ്ടിയിലും ആളുകൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ എല്ലാ ബസ്സും ഇവിടെയാണ് ആളെ കൊടുന്ന് ഇറക്കുക. അപ്പോൾ ആ ആശങ്കയൊക്കെ പണിക്കാർക്കും ഓണർമാർക്കൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റി ഇവിടെ നല്ല ഇടപെടലാണ് നടത്തിയെന്ന്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിട്ട് പല ബസ്സുകളും പകുതി ഇവിടെ പകുതി എവിടെയെന്നൊക്കെ തീരുമാനമായി. ഞങ്ങളുടെ ഇത് എല്ലാ ബസ്സും ഒരേ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പോഴാണ് ഈ ബസ്സുകാർക്കുള്ള ബാക്കിയുള്ളത് നാനാഭാഗ കച്ചവടക്കാരുടെ അഭിപ്രായങ്ങൾ അതൊന്നും ബസ്സിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ടൈമിൻ്റെ അടിസ്ഥാനമായാലും കാണുന്നവർക്ക് ബസ് ഇങ്ങനെ സ്പീഡിൽ വിടും. നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമുക്കിപ്പോൾ ഒരു സൗകര്യമായി എന്നാണ് ബസ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ്. ഇനി നാളെ മുതൽ ഓടിത്തുടങ്ങിയ ബാക്കി കാര്യങ്ങൾ അറിയാം. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അവരും സഹകരിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ നാളെ നമ്മുടെ ചെപ്പശ്ശേരിയിലെ ബസ് സ്റ്റാൻഡ് സഫലമാവുകയാണ്. ചേട്ടാ, നമുക്കറിയാം നിങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം കറക്റ്റ് സമയത്ത് വണ്ടി ഓടിക്കണം, കറക്റ്റ് സമയത്ത് എത്തിക്കണം. സാധിക്കില്ലേ? സാധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുതലാളിമാരോട് എല്ലാ വണ്ടിയും ഇവിടെ കൊടുക്കുന്ന ആളാക്കുക. ഇതിൽ ഞാൻ ചേട്ടൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പ്രിയ പ്രേക്ഷകരോട് പറയാണ്. ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഒരു വാർത്ത ചെയ്യാൻ വരുമ്പോൾ ഓരോ ബസ് തൊഴിലാളികളുടെ മുഖത്തും ദേഷ്യവും അതേപോലെ തന്നെ സങ്കടമൊക്കെ ആയിരുന്നു. എങ്ങനെ ഇത് എത്താൻ പറ്റും? പക്ഷേ ഇന്ന് താങ്കളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പറയും. ഞങ്ങൾ പറഞ്ഞു എല്ലാ വണ്ടി ഇവിടെ വന്ന് ആളിറക്കുക, അവിടെ ആളിറക്കിയിട്ട് ഇവിടെ വന്ന് ടൗണിൽ ഇവിടെ വന്ന് ആളിറക്കുക. അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് വരുന്ന വണ്ടി പെരിന്തൽമണ്ണ പാലക്കാട് എല്ലാ വണ്ടി ഒരേ വന്ന് ആളിറക്കിയിട്ട് പോവാം. ഇവിടെ നിന്നാണ് പോണ വണ്ടി പട്ടാമ്പി കൊപ്പം വണ്ടി അങ്ങോട്ട് പോകുന്ന വണ്ടി യാത്രക്കാർക്ക് കയറി പോവാം. കൊപ്പം ഇവിടെ നമ്മൾ ആളിറക്കിൻ്റെ കൊപ്പത്തേക്കും പട്ടാമ്പിക്കും പോകുന്ന ആൾക്കാർ അധികം ഉണ്ടാവുക. അത് നമ്മൾ ഇവിടെ ആളിറക്കുമ്പോൾ കൊപ്പം വണ്ടി ഉണ്ടാവും, പട്ടാമ്പി വണ്ടി ഉണ്ടാവും, എല്ലാ വണ്ടിയിലും അതേപോലെ ആളിറങ്ങി കയറി പോകും. അപ്പോൾ എന്തായാലും ടൈമിങ്ങിനും കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു പ്രശ്നമില്ല. പ്രേക്ഷകരെ അല്ലെങ്കിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ഇനി ചെർപ്പളശ്ശേരിയിൽ ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളൂ. ആ ബസ് സ്റ്റാൻഡ് ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന് അടുത്തുള്ള പുതിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൗൺസിലർ ഉണ്ട് സച്ചിദാനന്ദൻ. സച്ചു, നമുക്കറിയാം സ്കൂൾ തുറക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, വിദ്യാർത്ഥികളുടെ ഒരു വലിയ ആശങ്ക ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്? അവസാനം ഞാനെന്തെങ്കിലും കാണുന്ന സമയത്ത് നേരി ചോദ്യനോട് ചോദിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നമ്മളെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണിക്കുമെന്ന് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. നാളെ മുതൽ ചെർപ്പളശ്ശേരിക്ക് ഒരു ബസ് സ്റ്റാൻഡ് എല്ലാവർക്കും വന്നു പോകുന്ന സൗകര്യപ്രദം, എല്ലാവരുടെയും ബസ് തൊഴിലാളികളെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരുടെയും ആശങ്കകൾ മാറ്റിക്കൊണ്ട് നാളെ മുതൽ ചെർപ്പളശ്ശേരിക്ക് ഒരു പുതിയ ഒരു തുടക്കത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ചെർപ്പളശ്ശേരി നഗരസഭ. യെസ്. അപ്പോൾ എന്തായാലും ചെയർമാൻ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കട്ടെ. കുറേ വർഷങ്ങളായിട്ട് തുടങ്ങിയ വിവാദങ്ങൾക്ക് കൂടി ഇതിന് കർട്ടനിടുകയാണ്. 100% ഇനി വിവാദം എന്നുള്ള വാചകേ വരണ്ട. ബസ് സ്റ്റാൻഡുമായി ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദങ്ങളും വിവാദങ്ങൾ ഉണ്ടായിരുന്നെല്ലാം തീർത്തുകൊണ്ട് തന്നെ ഇനി സൗകര്യപ്രദമായുള്ള ചെർപ്പളശ്ശേരിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു ഡെഫിനിഷനിലൂടെ നിർവചനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറയുന്നത് ഏവരും, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, KBTക്കാർ നോക്കൂ, ബോർഡുകൾ വെച്ച് കഴിഞ്ഞു. അവരെല്ലാം അവരുടെ ആശങ്കകൾ സ്ഥിരം ബസ്സിൻ്റെ ഓണേഴ്സൊക്കെ ഡ്രൈവർമാർ ആശങ്കകൾ പകർന്നു തരും. ആ പകർന്നു തരുന്നത് അവരെ ചർച്ച മുഴുവൻ സംശീകരിച്ചുകൊണ്ട് എന്താണോ കുറവിച്ച് അതെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട്. വീണ്ടും പറയുന്നു, ഏറ്റവും കൂടുതൽ അതിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ, പ്രത്യേകിച്ച് നിഖിലും ടീമൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ വിവരം ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് ഇത് വൻ വിജയമാക്കാൻ വേണ്ടി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ വൺ ന്യൂസ് പ്രത്യേകമായി ഇടപെടണം എന്ന് മാത്രമാണ് ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ വാർത്ത എയറിൽ പോകുന്നതോടുകൂടി അതിൽ വരാൻ പോകുന്ന കമൻറ്റുകൾ ഏറെക്കുറെ എനിക്ക് അറിയാം. ഇതിൻ്റെ ഉദ്ഘാടനം നാളെ ഉണ്ടാവുമോ, നാളെ ഫ്ലാഗ് ഓഫ് ഉണ്ടാവുമോ, എന്തായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഉണ്ടാവുമോ? ഞങ്ങൾ രണ്ടും ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഫ്ലാഗ് ഓഫും ഉദ്ഘാടനമൊക്കെ
നേരത്തെ കഴിഞ്ഞതാണ്. അത് നേരത്തെ പറഞ്ഞത് ചില പ്രശ്നങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള പ്രശ്നങ്ങൾക്കൊന്നും നമ്മൾ കുടിക്കട ഒന്നും നോക്കുന്നില്ല. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഉണ്ടായത് മറ്റേ അറിയാലോ, ആ പഴയ കെട്ടിടം അത് ഏറ്റവും മോശമായ രീതിക്ക് അനുസരിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ കെട്ടിടത്തിനെ നമ്മൾ കവർ ചെയ്തു. ഒരു കാരണവശാലും അങ്ങോട്ട് പോലും ഒരു ജീവൻ പോലും ആരുടെ പോരുക എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ രണ്ടാമത് ഇതിനെ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള ആ പ്രാവർത്തികമാക്കുന്നതിലാണ് ജനങ്ങളും നേരത്തെ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനികളായുള്ള മോട്ടോർ തൊഴിലാളികൾ, അതിൻ്റെ ഉടമസ്ഥർ, അവരെല്ലാവരും നിയമപാലകരുമായി വാക്ക് തന്നിട്ടുണ്ട്. സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ശക്തി, സംശയമൊന്നുമില്ല. അയച്ചിട്ട് വെറുതെ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, വിജയിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ പറഞ്ഞത്. അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പഴുതൊന്നുമില്ല, പുതിയ രീതിക്കനുസരിച്ച് എല്ലാവരും ഇതിനെ സഹകരിക്കണം എന്നുള്ള രീതിയിലാണ്. യാത്രക്കാർക്ക് പ്രയാസമില്ല, നമ്മൾ പറഞ്ഞല്ലോ, ബസ്സുകാർ പറഞ്ഞല്ലോ, ഡ്രൈവർമാർ. ഇവിടുന്ന് ഞങ്ങൾ പാലക്കാട് നിന്നുള്ള പെരുന്തമണ്ണയിൽ നിന്ന് വന്നിറങ്ങുന്ന മണ്ണാർക്കാട് നിന്ന് വരുന്ന ആൾക്കാരെ ഇവിടുന്ന് ഞങ്ങൾ വെറും 10 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ പഴയ ടൗണിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷയമില്ലാണ്ട് ഇത് നമുക്ക് സക്സസ് ആക്കും, വിജയിപ്പിക്കും. അതിൽ ഒരു രാഷ്ട്രീയ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറയണ്ടേ, നഗരസഭയ്ക്ക് ഒന്നേ ഉള്ളൂ. അതിൽ നഗരസഭയിൽ 33 ഒന്നാണ്. ഒരു രാഷ്ട്രീയമില്ല, ജനങ്ങളുടെ ഒപ്പം നിന്നുപോകും. യെസ്, അപ്പോൾ എന്തായാലും ചെർപ്പളശ്ശേരിക്ക് പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ചെർപ്പളശ്ശേരി നഗരത്തിൽ പൂവയ്ക്കലും കയറുകെട്ടലുമല്ല, അത് ജനങ്ങൾ പറയുന്നതാണ്. കാരണം വളരെ വൃത്തിയുള്ള നഗരം, അത് ഏറ്റവും മനോഹരമാക്കിയ നഗരം. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ എപ്പോഴും പറയാൻ ശ്രമിക്കാറ്. അല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള പ്രത്യേക അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ പറയാറില്ല. അപ്പോൾ ചെർപ്പളശ്ശേരി ഏറ്റവും സൗന്ദര്യവതിയായിരിക്കുന്നു. അതിനൊപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ക്യാമറ പേഴ്സൺ ബാദുഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, വൺ ന്യൂസ്. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.